മാങ്ങാപ്പുളിശ്ശേരി ഇഷ്ടമല്ലാത്ത ആരില്ലല്ലോ. നമുക്കൊരു മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് ആദ്യം ജാറിലേക്ക് കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, തൈര് ഇതൊന്നും നമുക്ക് അരച്ച് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ മെയിനാളെ എടുത്തിട്ടുള്ള മാങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാനിലേക്ക് വഴറ്റാനായിട്ട് കുഞ്ഞുള്ളി, പച്ചമുളക്, ഇഞ്ചി അതൊന്ന് വഴറ്റാനായിട്ട് നമുക്ക് ഇടാം. ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യും. എൻ്റെ മോൻ കൂടെ ഉണ്ട് കേട്ടോ, അതാണ് സൗണ്ട് കേൾക്കുന്നത്, എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഇടുക. ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത്, മുളക് പൊടി ഇടുന്നതുകൊണ്ട് ഒന്ന് കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് മാങ്ങ ഞങ്ങൾ അരിഞ്ഞാണ് ചേർക്കുന്നത്. നിങ്ങൾ അത് മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. നമ്മുടെ മാങ്ങയും ഇഞ്ചി, കറിവേപ്പില, പച്ചമുളകും ഉള്ളിയൊക്കെ കിടന്ന് ഒന്ന് വഴണ്ട് വരണം. ആ വഴണ്ട് വന്ന് കഴിഞ്ഞിട്ടാണ് അരപ്പ് ചേർക്കുള്ളൂ. അരപ്പ് ആ ഒരു ടൈമിൽ ചേർത്താൽ മതി. ഒന്ന് നമുക്ക് വഴണ്ട് വന്ന് മനസ്സിലാവും. നമ്മൾ അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞ് അതൊന്ന് തിള വരാൻ വെക്കുക. തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ വറവ് പൊട്ടിച്ചിടുക. നമ്മുടെ കടുകും വറ്റൽമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചിടുക. അതൊക്കെ പൊട്ടിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ കാണാൻ രസം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.